നമ്മൾ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ കോയമ്പത്തൂർ വരെ പോകുന്നൊരു യാത്രയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഇന്നിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് രാവിലെ ഒരു 8:45. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ ഇത് കേൾക്കുന്നത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി കിടക്കുന്നത്. ഇതുണ്ടോ, ഇതാട്ടോ നമ്മുടെ വണ്ടി. എറണാകുളം KSR ബാംഗ്ലൂർ. നമ്മുടെ കോച്ച് ഏറ്റവും പുറകിലായി പോയി. സോ നമ്മൾ എൻജിൻ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓൾമോസ്റ്റ് നമ്മൾ എത്തി. ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത് MGR ചെന്നൈ സെൻട്രൽ ആലപ്പുഴ വരെ പോകുന്ന എക്സ്പ്രസ് ആട്ടോ. ആട്ടോ നമ്മുടെ എൻജിൻ. സോ ഇതാട്ടോ നമ്മുടെ ലോക്കോ. ഈ EDDX എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ ടോയ്ലറ്റ് കാണിച്ചു തരാം കേട്ടോ. വണ്ടി വിട്ടു കേട്ടോ. സോ ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഒരു സ്മെല്ലും ഇല്ല. നല്ല അടിപൊളി ടോയ്ലറ്റ്. കുറേ നാൾ കൂടിയാണ് ഇങ്ങനെ ഒരു ക്ലീൻ ടോയ്ലറ്റ് കാണുന്നത്. കറക്റ്റ് 9:10 വിട്ടു കേട്ടോ വണ്ടി. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന വണ്ടി 126/78 എന്നും രാവിലെ 9:10 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ ദിവസം രാത്രി ഏകദേശം 8 മണിയോടുകൂടി ബാംഗ്ലൂർ എത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. മംഗളലക്ഷ്മി ഇതാണ് എറണാകുളം ബസ് സ്റ്റാൻഡ് KSRTCയുടെ. ആസ് യൂഷ്വൽ ഒരു ചേഞ്ചും ഇല്ല. ട്രെയിൻ നമ്പർ 126/78 എറണാകുളം ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആലപ്പുഴ സ്റ്റേഷൻ. നമ്മൾ കേരളത്തിലെ ഫസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള ആലുവയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ 2 മിനിറ്റ് ആട്ടോ സ്റ്റോപ്പ്. വണ്ടി വിട്ടു ഓൾറെഡി.
നമ്മൾ കേരളത്തിലെ രണ്ടാമത്തെ സ്റ്റോപ്പായിട്ടുള്ള തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റൽ കൂടെയാണ്, അതേപോലെ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനും കൂടെയാണ്. ഈ ട്രെയിൻ ഇവിടെ 3 മിനിറ്റാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റോപ്പിലോട്ട് വന്നു കേട്ടോ. നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റൽ ആയിട്ടുള്ള തൃശ്ശൂര് വിട്ടിരിക്കുകയാണ്. തൃശ്ശൂർ സ്റ്റേഷനാണ് ക്ലോസ് ചെയ്തത്. കേരളത്തിൽ ആകെ 3 സ്റ്റോപ്പാണുള്ളത്. ഒന്നാമത് ആലുവ, തൃശ്ശൂർ കഴിഞ്ഞാൽ ഡയറക്റ്റ് പാലക്കാടാണ്. പാലക്കാട് This is my travel mate, Mr. Nikhil Jacob from Mandargad, Kottayam. Mr. Nikhil Jacob, how was the experience? എക്സ്പീരിയൻസ് കൊള്ളാം. വണ്ടി കുറച്ചും കൂടെ പുതിയ കോച്ച് ആക്കുമ്പോഴായിരിക്കും നല്ലത്. അത് സാങ്ഷൻ ആയിട്ടുണ്ട്. ഇതുവരെ എപ്പോഴാണ് വരുന്നത് നമുക്കറിയത്തില്ല. ടീം കോച്ച് എന്ന് പറയുന്നത് കുറച്ച് കൺജസ്റ്റഡ് ആണ്, പക്ഷേ വണ്ടിയുടെ ഷെഡ്യൂൾ സൂപ്പറാണ്.
ഷൊർണൂർ ജംഗ്ഷൻ ബൈപ്പാസ് ചെയ്ത് പാലക്കാട് ലൈനിലോട്ട് കയറി കേട്ടോ. ഈ ഒരു സ്ട്രെച്ച് ഫുള്ള് 110 km/h സ്പീഡ്. അപ്പോൾ നമ്മൾ പാലക്കാട് സ്ട്രെച്ച് കയറി കേട്ടോ. ഇവിടുത്തെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 110. ഇവിടെ 110ലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ എറണാകുളത്ത് നിന്ന് വിട്ടിട്ട് 110 കയറുന്ന ആദ്യത്തെ സ്ഥലമാണ് പാലക്കാട്. മീൻസ് ഈ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത്. പിന്നെ 110 ഉള്ളത് എവിടെയാണ്? നമ്മുടെ കൊല്ലം സ്ട്രെച്ച് അതായത്. പിന്നെ അത് കഴിഞ്ഞ് ഷൊർണൂർ കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ചാണ് 110 വരുന്നത്. ഈ ഫാനിൻ്റെ ഇത് ക്ലീൻ ആക്കാറ് പോലും ഇല്ല. ഇതിനകത്ത് പൊടിയെല്ലാം നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഡു സംതിങ്. നമ്മൾ 110ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ടോപ്പ് 110 ആട്ടോ. ഈ വരുന്ന ലൈന് നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് വരുന്ന ലൈനാണ് കേട്ടോ. ഈ ലൈൻ വഴി നമുക്ക് ഡിണ്ടികൾ, സേലം, അങ്ങനെ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ലൈനാണ് കേട്ടോ. സോ അത് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് പാലക്കാട് ജംഗ്ഷൻ എന്ന് പേര് വന്നത്. ഏകദേശം 10 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. 3 മിനിറ്റാണ് നമ്മുടെ സ്റ്റോപ്പ് ഉള്ളത്. ഈ വണ്ടിയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 550 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് ഫ്രം എറണാകുളം ടു ബാംഗ്ലൂർ എന്ന് പറയുന്നത്. എൻ്റെ എൻഡ് ടു എൻഡ് നമുക്ക് എത്ര രൂപയാവും? സിറ്റിങ്ങിന് 215 രൂപയും ചെയർകാറിൽ 785 രൂപയാണ് എൻഡ് ടു എൻഡ് ജേണിക്കാവുന്നത്. ഇതിനകത്ത് സെക്കൻഡ് സീറ്റിങ്ങും ചെയർകാറും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ബാംഗ്ലൂർ പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനും കൂടെയാണ്. പക്ഷേ ഇവർ ഇതുവരെ ഇതിൻ്റെ കോച്ചൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഈ കോച്ച് എന്ന് LSBയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് സദേൺ റെയിൽവേക്ക് അറിയില്ല, ട്രിവാൻഡ്രം ഡിവിഷൻ അറിയില്ല, ആർക്കും അറിയില്ല. ഇതൊരു അനാഥ പ്രേതം പോലെ കിടക്കുന്നൊരു കോച്ചാട്ടോ. എറണാകുളം KSRTC. കോയമ്പത്തൂർ സെക്ഷനിലോട്ട് നമ്മൾ കയറാൻ പോകണം. സോ ഇവിടുത്തെ ഗാർഡ് സെക്ഷനാണ്. ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h. സോ 60 km/h ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഞ്ചിക്കോട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനാണ് കേട്ടോ.
പണ്ട് ഇവിടെ കഞ്ചിക്കോട് മറ്റേ കോച്ച് ഫാക്ടറിയൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടം തൊട്ടാണ് നമ്മുടെ ഗാർഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 65 kmph ആയിരിക്കും. സുഹൃത്തുക്കളെ, ഇതാണ് സ്വർഗം. Smoke them like drugs. You like seeing me hurt, but I bet you ain't noticed that. You noticed that. You, I bet you ain't noticed that. You. ക്രോസ് ചെയ്തിരിക്കുന്നതാണോ? ഇവിടെ കൊണ്ട് നമ്മുടെ കേരളയുടെ അതിർത്തി കഴിഞ്ഞു. നമ്മൾ തമിഴ്നാട്ടിലോട്ട് കിടന്നു. ഈ വണ്ടിക്ക് വേറൊരു പേരുണ്ട്, അതെന്താണെന്നറിയോ? ഇതിന്റെ പേര് കേരള ഗതിമാൻ എന്നാണ്. നല്ല പ്രയോറിറ്റി ഉള്ള ട്രെയിനാണ്. ബേസിക്കലി ഓവർടേക്കിന്റെ ഒരു രാജകുമാരൻ എന്ന് നമുക്ക് ഈ ട്രെയിനിനെ വിളിക്കാൻ പറ്റും. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റുന്ന ഒരു ഇന്റർസിറ്റി ട്രെയിനാണ്. നല്ല ബ്യൂട്ടിഫുൾ സ്റ്റേഷനും അതനുസരിച്ചുള്ള വ്യൂവും കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് മധുക്കര എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പാണ് ഗാർഡ് സെക്ഷൻ എൻഡ് ചെയ്യുന്നത്. ഈ ബോർഡ് കണ്ടോ, നമ്മളിവിടെ കൊണ്ട് പാൽഗാഡ് ഡിവിഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് സേലം ഡിവിഷനാണ്. ഇപ്പോൾ നമ്മുടെ ട്രെയിന് പോടന്നൂർ ജംഗ്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നമുക്ക് ഇതിന് സ്റ്റോപ്പില്ല, അത് സ്കിപ്പ് ചെയ്ത് നേരെ കോയമ്പത്തൂരിലോട്ട് പോകും. പോടന്നൂർ ജംഗ്ഷനിലെത്തി കേട്ടോ. ഇവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. പെട്രോൾ ടാങ്കർ ആട്ടോ, നല്ല പെട്രോളിന് വേണം.
WAP4ൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട്, ഏതാ മനസ്സിലായി. അങ്ങനെ നമ്മൾ ഫൈനലി കോയമ്പത്തൂർ നമ്മുടെ യാത്ര ടെർമിനേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മൾ വന്ന വണ്ടി, ഈ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടും കേട്ടോ. നമ്മളിവിടെ യാത്ര ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തു, കാരണം നമുക്ക് ടൈമില്ല. പിന്നെ ഇത് LHB ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ ജേർണി എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ട്രെയിനിൻ്റെ ഹോൺ അടിച്ചു കേട്ടോ, അപ്പോൾ വണ്ടി വിടും. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് ഞാൻ കോമ്പോസിഷൻ പറഞ്ഞില്ല. സോ ഇതിൽ നമുക്ക് ടോട്ടൽ 19 കോച്ചാണ് ഉള്ളത്. അതിനകത്ത് 6 അൺറിസർവ്ഡ് ആണ്. ബാക്കി നമ്മുടെ സെക്കൻഡ് സിറ്റിങ്ങും അതേപോലെ തന്നെ ചെയർ കാറും, AC ചെയർ കാറുമാണ് ഇതിനകത്ത് വരുന്നത്. വ്ളോഗ് ഏതാണെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു നല്ലൊരു ട്രെയിനിൻ്റെ വ്ളോഗ് എടുക്കണം സമയം കിട്ടുന്ന പോലെ. സോ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ, സ്റ്റേ ട്യൂൺ. സോ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോസ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ, താങ്ക് യു.